ഓൾ അപ്പോൾ ഇന്ന് നമുക്ക് ജിറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജിറ്റ് അഥവാ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിലുപയോഗിക്കുന്ന കമാൻഡ്സ് എന്താണ്, അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ജിറ്റ് അഥവാ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് ആണ് ഏതൊക്കെയാണ്? ഈ കാണുന്ന ബിറ്റ് ബക്കറ്റ്, ജിറ്റ് അല്ലെങ്കിൽ ജിറ്റ് ലാബ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന, കോഡ് ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റംസ്. ഇനി അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Version control is a system that records changes to a file or a set of files over time so that you can recall specific versions later. It helps you to track different versions of your code and collaborate with the other developers. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു വേർഷൻ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫയലോ ഒരു സെറ്റ് ഓഫ് ഫയൽസിൻ്റെ ചേഞ്ചസ് നമുക്ക് റെക്കോർഡായി സൂക്ഷിക്കാനും പല വേർഷൻസായിട്ട് സൂക്ഷിക്കാനും അത് മറ്റുള്ള ഡെവലപ്പേഴ്സിന് നമുക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ ഒരു സെർവർ റെപ്പോസിറ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് ഒരു പ്രോജക്റ്റിൻ്റെ ബേസ് കോഡ് പൂൾ നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ഒരു സെർവർ റെപ്പോസിറ്ററി ഉണ്ടാകും, അതിൽ നിന്നാവും അനദർ ഡെവലപ്പേഴ്സ്, ഒരു നമ്പർ ഓഫ് ഡെവലപ്പേഴ്സ്, മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ്, അത് എത്ര പേരായിക്കോട്ടെ, ആ കോഡ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന പലരും അവിടെ നിന്നായിരിക്കും കോഡ് എടുത്ത് യൂസ് ചെയ്തിട്ട് തിരിച്ച് അതിലേക്ക് അപ്ഡേറ്റഡ് കോഡ് സ്റ്റോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് കൺസിഡർ ചെയ്യാം. ഒരു റെയിൽവേ സിസ്റ്റം, അതൊരു പ്രോജക്റ്റ് ആണ് എന്നിരിക്കട്ടെ. അതിൻ്റെ ഒരു കോഡ് ബേസ് പൂൾ സെർവർ റെപ്പോസിറ്ററിയിൽ സൂക്ഷിക്കുകയും അതിൽ വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് ഡെവലപ്പേഴ്സിന് ആ കോഡ് ബേസ് ആവശ്യമുണ്ടായി എന്ന് വരാം. മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, ഡേറ്റ എൻജിനീയേഴ്സ്, ഡിസൈൻ ഡെവലപ്പേഴ്സ്, ഹൂം എവർ ഇറ്റ് ഈസ്. സോ ഓരോരുത്തർക്കും ആ കോഡ് പൂളിൻ്റെ ആവശ്യം വരും. ഒരു ഡിസൈൻ ഡെവലപ്പർ ഡിസൈൻ ചെയ്ത് വെച്ച് പേജസിലായിരിക്കും മറ്റൊരു ഡെവലപ്പർ അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് API ഡെവലപ്പേഴ്സിൻ്റെ സഹായം വേണ്ടി വരാം. അവർ അത്തരം കോഡുകൾ ഷെയർ ചെയ്യേണ്ടി വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഓരോ പ്രോജക്റ്റിനകത്ത് മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഒരേ ഡേറ്റ പരസ്പരം കൈമാറി യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു സെർവറിലേക്ക് ഈ കോഡ് പൂളിനെ നിക്ഷേപിക്കുകയും അവിടെ നിന്ന് മറ്റ് ഡെവലപ്പേഴ്സ് അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു ഡെവലപ്പർ A, B and C ഇരിക്കുകയാണ്. അപ്പം എക്ക് എന്തുകൊണ്ട് ബിക്ക് ഡയറക്റ്റ് ആയിട്ട് കൈമാറിക്കൂടാ, ബിക്ക് എന്തുകൊണ്ട് സിക്ക് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ കൈമാറിക്കൂടാ എന്ന് നിങ്ങൾക്ക് തോന്നാം. ശരിക്കും അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ആയിരിക്കില്ല. ഇപ്പം എ എപ്പോഴും ഡേറ്റ ഒരു ലോക്കൽ റെപ്പോസിറ്ററിയിലേക്ക് എടുത്ത് വർക്ക് ചെയ്ത ശേഷം ആ റെപ്പോസിറ്ററി അതേപോലെ നമ്മൾ തിരിച്ച് എങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു, സെർവറിലേക്ക് പുഷ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഒരു കോപ്പി, ഒരു യൂണീക്ക് കോപ്പി എപ്പോഴും സെർവറിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അത് മറ്റൊരു ഡെവലപ്പറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുകയും ആ ഡെവലപ്പറിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സെർവറിലേക്ക് അപ്ഡേറ്റഡ് കോഡ് നമുക്ക് പുഷ് ചെയ്യുകയും ചെയ്യും. ആ പുഷ് ചെയ്ത കോഡ് തിരിച്ച് ഡെവലപ്പറിന് തിരിച്ച് പുൾ ചെയ്ത് യൂസ് ചെയ്യുകയും അവരുടെ ചേഞ്ചസ് പരസ്പരം കോൺഫ്ലിക്റ്റ് വരുന്ന സാഹചര്യത്തിൽ ആ കോൺഫ്ലിക്റ്റുകൾ നമ്മളിരുന്ന് മാനുവലി ഫിക്സ് ചെയ്ത് കോഡ് ഏതാണ് മെർജ് ചെയ്യേണ്ടതെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് സെർവറിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ പല പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് പല കോഡിൻ്റെ പല വേർഷൻസ് നമുക്ക് സൂക്ഷിക്കേണ്ടി വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു മൈൽ സ്റ്റോൺ പൂർത്തിയായ ശേഷം അത് ഡിപ്ലോയ് ചെയ്ത് സെർവറിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു QAക്ക് പാസ് ചെയ്യാൻ കൊടുക്കാനോ ഇല്ലെങ്കിൽ നമ്മൾക്കൊരു റിസർച്ചിന് മാതിരി അതിലൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ഒരു വേർഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും സാധിക്കും. പല വേർഷൻസിൽ സാധിക്കും. അതിന് നമുക്ക് പല ഫീച്ചർ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബേസിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സെർവർ റെപ്പോസിറ്ററി ക്ലൗഡ് എടുക്കാനും അത് ലോക്കലിൽ വെച്ച് വർക്ക് ചെയ്യാനും, വർക്ക് ചെയ്ത ശേഷം അത് കമ്മിറ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സെർവറിലേക്ക് പുഷ് ചെയ്യാൻ കഴിയും. ആ പുഷ് ചെയ്ത കോഡ് മറ്റൊരു ലോക്കൽ റെപ്പോസിറ്ററി പുഷ് ചെയ്തിട്ടുള്ള മറ്റൊരു ഡെവലപ്പറിന് അത് പുൾ ചെയ്യുകയും
അവരുടെ കോഡോട് മെർജ് ചെയ്തതിന് ശേഷം വീണ്ടും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സെർവറിലേക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഡെവലപ്പേഴ്സിനും ഇല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ആരൊക്കെ വർക്ക് ചെയ്യുന്നു അവർക്കെല്ലാം കോമൺ കോപ്പി ഇല്ലെങ്കിൽ ഒരു യൂണീക്ക് കോപ്പി നമുക്ക് സെർവറിൽ സൂക്ഷിക്കാൻ കഴിയും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു സെർവർ റെപ്പോസിറ്ററി നമ്മുടെ ലോക്കലിലേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ക്ലോൺ ചെയ്യാനായിട്ട് നമുക്ക് കമാൻഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു സെർവർ റെപ്പോസിറ്ററിയെ നമ്മളുടെ ലോക്കൽ എൻവയോൺമെന്റിലേക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജിറ്റ് ക്ലോൺ സ്പേസ് ആ റെപ്പോസിറ്ററി URL. അതിനുശേഷം ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സെർവറിലുള്ള ഒരു റെപ്പോസിറ്ററി നമ്മുടെ ലോക്കലിലേക്ക് ക്ലോൺ ആകും. അതിനുശേഷം നമുക്കതിൽ നിന്ന് ബ്രാഞ്ചിങ് സിസ്റ്റം കാണാവുന്നതാണ്. ഒരു മാസ്റ്റർ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, അതിന് താഴെ ഡെവലപ്പർ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, അതിന് താഴെ നമ്മൾ ഒവ്വൊരു ഡെവലപ്പേഴ്സും എടുക്കുന്ന ബ്രാഞ്ചാണ് ഫീച്ചർ ബ്രാഞ്ചസ്. സോ ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് ഈ സ്ലൈഡിന് ശേഷം കാണിച്ചു തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഒരു ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ജിറ്റ് ചെക്ക്ഔട്ട് -v ആൻഡ് ദ ഫീച്ചർ നെയിം. മാത്രമല്ല ഇതിൽ ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിറ്റ് ചെയ്യാനായി എന്തൊക്കെ ഫയൽസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ലിസ്റ്റ് ചെയ്യാനായി നമുക്ക് ജിറ്റ് സ്റ്റാറ്റസ് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് നടത്തിയതിനു ശേഷം നമുക്ക് ആ ഫയൽസ് സെർവറിലേക്ക് കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഫയൽസും കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജിറ്റ് ആഡ് സ്പേസ് ഡോട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫയൽസും അതോടൊപ്പം അപ്ഡേറ്റ് ആകും. അഥവാ നമുക്ക് ജിറ്റ് ആഡ് നമുക്ക് പർട്ടിക്കുലർ ഫയൽ നമ്മൾ 5 ഫയലിൽ വർക്ക് ചെയ്തു അല്ല 4 ഫയൽ മാത്രം നമുക്ക് കമ്മിറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഓരോ ഫയൽ നെയിമും സ്പേസ് വിട്ട് കൊടുക്കുക. ആൻഡ് ദെൻ ആഡ് ചെയ്തതിന് ശേഷം കമ്മിറ്റ് ചെയ്യുക. കമ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. ജിറ്റ് കമ്മിറ്റ് -m ഡബിൾ കോട്ട്സിനകത്ത് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. ആ ഡിസ്ക്രിപ്ഷനോടൊപ്പം ആ ടാസ്കിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഇല്ലെങ്കിൽ ആ ചേഞ്ചസ് എന്തിനു വേണ്ടി എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ID ഒരു ടാസ്ക് ID നമുക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു കോമൺ യൂണിക് ID ഉണ്ടാകും. ആ ID കൊടുക്കുന്നതാണ് എപ്പോഴും ഉചിതം. അത് വെച്ച് നമുക്ക് ഫർദർ ജിറ്റിൽ പോയിട്ട് നമ്മൾ ആ IDക്ക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് നടത്തിയിട്ടുണ്ട് എന്ന് മറ്റൊരു ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഈ കമ്മിറ്റിനെ സ്മാർട്ട് കമ്മിറ്റ് എന്ന് പറയും നമ്മൾ. സ്മാർട്ട് കമ്മിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിക്ലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു ടാസ്ക് ID വെച്ച് ഇല്ലെങ്കിൽ ഒരു ID വെച്ചിട്ട് അല്ലെങ്കിൽ യൂണിക് ID വെച്ചിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിനെയാണ് സ്മാർട്ട് കമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ വർക്ക് ചെയ്ത ചേഞ്ചസ് സ്റ്റാറ്റസ് ഉപയോഗിച്ച് കാണുന്നു, ആ ഫയൽസിനെ ആഡ് ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററിയിൽ നിന്നും അതിനെ സെർവറിലേക്ക് പുഷ് ചെയ്യുന്നു. അതാണ് ജിറ്റ് പുഷ് ഒറിജിൻ. ആ ഫീച്ചർ നെയിം ഏതാണോ ആ ഫീച്ചർ നെയിം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡിലീറ്റ് ബ്രാഞ്ച്. ഇനി നമ്മൾ ഒരു ബ്രാഞ്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞു, ആ ബ്രാഞ്ച് നമുക്ക് ആവശ്യമില്ല എന്ന് കാണുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അതേ നെയിമിൽ നമുക്ക് മറ്റൊരു ഫീച്ചർ നെയിം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ലോക്കലിൽ മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിറ്റ് ബ്രാഞ്ച് -d ആ ഫീച്ചർ നെയിം കൊടുക്കാം. ഇല്ല നമുക്ക് സെർവറിലേക്ക് ആ ഡെലീഷൻ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജിറ്റ് പുഷ് ഒറിജിൻ -delete ആ ഫീച്ചർ ബ്രാഞ്ച് നെയിം. നെക്സ്റ്റ് നമുക്ക് ഒരു കോഡ് നമുക്ക് പുൾ ചെയ്യുകയും ഒപ്പം നമുക്ക് മെർജ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഈ ജിറ്റ് വേർഷൻ്റെ ഒരു ബ്രാഞ്ചിങ് സിസ്റ്റം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു കോഡ് മാസ്റ്ററിൽ നിന്നും പുൾ ചെയ്യുമ്പോൾ ആ കോഡ് മാസ്റ്ററിലേക്ക് വരുന്നതായിരിക്കും. നമ്മൾ മാസ്റ്ററിൽ ഒരിക്കലും വർക്ക് ചെയ്യാറില്ല, എല്ലാം ഡെവലപ്പിൽ വെച്ച് ഫീച്ചർ ബ്രാഞ്ച് എടുത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെവലപ്പിൽ നമ്മൾ പുൾ ചെയ്ത കോഡ് ഫീച്ചർ ബ്രാഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ആ കോപ്പി എടുക്കാൻ സഹായിക്കുന്നതാണ് മെർജ് കമാൻഡ്. ഓർ നമുക്ക് പുള്ള് യൂസ് ചെയ്യാം. ഒരു ബ്രാഞ്ച് അതേ ബ്രാഞ്ചിലേക്ക് നമുക്ക് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ള് എടുക്കാവുന്നതാണ്. മറ്റൊരു ബ്രാഞ്ചിലേക്കാണ് കോപ്പി എടുക്കുന്നതെങ്കിൽ നമുക്ക് മെർജ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള കമാൻഡാണ് ജിറ്റ് മെർജ് ആ പർട്ടിക്കുലർ ബ്രാഞ്ച് നെയിം. അതേപോലെ തന്നെ നമുക്ക് പുള്ള് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അതിനായി ജിറ്റ് പുൾ ഒറിജിൻ ബ്രാഞ്ച് നെയിം. ഈ പുള്ളും മെർജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിൽ നിന്ന് ഒരു ഫീച്ചർ 1 ബ്രാഞ്ച് എടുത്തിട്ടുണ്ട്, മറ്റൊരു ഡെവലപ്പർ ഫീച്ചർ 2 ബ്രാഞ്ച് എടുത്തിട്ടുണ്ട്. ആ ഫീച്ചർ 1 ബ്രാഞ്ചിൽ നടത്തിയ ചേഞ്ചസ്
ഫീച്ചർ ബ്രാഞ്ചിൽ നിന്നും നമ്മൾ ഡെവലപ്പിലേക്ക് മെർജ് ചെയ്തതിന് ശേഷം അനദർ ഡെവലപ്പർ എടുക്കുമ്പോൾ നമുക്ക് അതേ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്, ഫീച്ചർ ബ്രാഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഫീച്ചർ അതേ ഫീച്ചറിലേക്ക് പുൾ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം ഡെവലപ്പിൽ മെർജ് ചെയ്തതിന് ശേഷം ഡെവലപ്പിൽ നിന്നാണ് നമ്മൾ ആ കോഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ ഡെവലപ്പിൽ വന്ന് ഡെവലപ്പോടെ മെർജ് ചെയ്യുന്നുണ്ട്. ജിറ്റ് ചെക്കൗട്ട് ഡെവലപ്പ് ബ്രാഞ്ചിലേക്ക് വരിക, ആ ബ്രാഞ്ചിൽ നിന്ന് ഡെവലപ്പ് ബ്രാഞ്ച് പുള്ളെടുക്കുക, അതിനുശേഷം നമ്മൾ ഫീച്ചർ ബ്രാഞ്ചിലേക്ക് ചെക്കൗട്ട് ചെയ്തതിനു ശേഷം ആ ഡെവലപ്പ് ബ്രാഞ്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫീച്ചർ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ജിറ്റിൻ്റെ ഒരു ബേസിക് വർക്ക് ഫ്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഈ പിക്ചറിലൂടെ മനസ്സിലാകും. നമ്മുടെ ലോക്കൽ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള അൺട്രാക്ട് ഫയൽസിനെ നമ്മൾ വർക്കിന് ശേഷം എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് എങ്ങോട്ട് പുഷ് ചെയ്യും, റിമോട്ട് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യും. അവിടെ നിന്നും മറ്റ് ഡെവലപ്പേഴ്സിന് അവരുടെ ലോക്കൽ റെപ്പോസിറ്ററിയിലേക്ക് എടുത്ത് വർക്കിംഗ് ഡയറക്ടറിയിൽ വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിലെ മറ്റ് കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രാഞ്ചിങ് എന്താണ്, ജിറ്റിൽ എങ്ങനെയാണ് ബ്രാഞ്ച് കോൺഫിഗർ ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ ബ്രാഞ്ച് എടുക്കാമെന്നുള്ളത് നമുക്ക് വിശദമായിട്ടും കാണാം. അവിടെ ഉപയോഗിക്കുന്ന കമാൻഡ്സും അതിൻ്റെ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്ന കമാൻഡ്സും ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. അപ്പം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അതോടൊപ്പം ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒരു ജിറ്റിൻ്റെ ഫീച്ചർ ബ്രാഞ്ചിൻ്റെ സെഗ്രിഗേഷൻ